ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ട് റെസിപ്പിയാണ്. മുഹല്ലബിയുടെ റെസിപ്പിയാണ് ഇത്. സാഫ്രോൺ ഫ്ലേവറിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് കോൺഫ്ലോറും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. കോൺഫ്ലോറും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഫ്രോൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഇല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ടും ചെയ്യാം. സാധാരണ ഇത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ സാഫ്രോൺ ഫ്ലേവറിൽ ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറും അതേപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നമ്മളിതിനൊന്ന് കട്ടിയാവുന്നവരെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യാണ്. പാലും കോൺഫ്ലവറും കൂടി ആയതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യണം. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാവുന്നവരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ബെറ്റർ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ മുകളിലൊരു ലെയർ ഫോം ചെയ്യണത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ സെർവിങ് കപ്പിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് പുറത്തിരുന്ന് ഒരു റൂം ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യാം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ കുറച്ച് പിസ്താഷ്യോസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.